നമസ്കാരം. സിനിമയിൽ ദിലീപുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ പലപ്പോഴും വലിയ ചർച്ചകളാകാം. നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ദിലീപ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ദിലീപിൻ്റെ ഇടപെടലുകളടക്കം മലയാളികൾ മൂക്കത്ത് വിരൽ വെച്ച് പോയതാണ്. ദിലീപാണോ ഇത് ചെയ്തത്, ഇങ്ങനെയാണോ ചെയ്തത്? പലപ്പോഴും അത് ചർച്ചാ വിഷയങ്ങളായിട്ടുണ്ട്. ആർക്കാണ് നീതി ലഭിക്കേണ്ടത് എന്ന് നീതിപീഠത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. പക്ഷേ ഇപ്പോൾ അഖിൽ മാരാർ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇതിനകത്ത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളുണ്ട്. നാളെ കേൾക്കുമ്പോൾ നിങ്ങൾ പോലും ദിലീപ് ഏട്ടനോട് മാപ്പ് പറയും. ഇത് അഖിൽ മാരാർ പറയുന്നതാണ്. മലയാളികളുടെ സ്വന്തം ജനപ്രിയ നടനാണ് ദിലീപ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പലപ്പോഴും വൈറലായി മാറുന്നത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിൻ്റെ പേര് കൂടി ഉയർന്നു വന്നതോടെയും നടന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതോടെയുമാണ് മലയാളികൾക്കിടയിൽ ജനപ്രിയൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് എന്ന് പറയുന്നത്. കേസിൻ്റെ വിധി എന്താകുമെന്ന് അറിയുവാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് മലയാളികൾ. ഈ വേളയിൽ നിരവധി പേരാണ് ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ രംഗത്തെത്തുന്നത്. അക്കൂട്ടത്തിൽ ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ ദിലീപിന് വേണ്ടി വാദിച്ച ഒരാളായിരുന്നു ഈ അഖിൽ മാരാർ. ഇപ്പോഴിതാ മാധ്യമങ്ങളോട് സംസാരിക്കവേ അഖിൽ മാരാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിത്തീരുന്നത്. അത് ഈ ദിലീപ് വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ദിലീപ് വിഷയത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ചിലതുണ്ട് എന്നും എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ദിലീപിനോട് മാപ്പ് പറയുമെന്നുമാണ് അഖിൽ മാരാർ പറയുന്നത്. സുരേഷ് ഏട്ടൻ വിളിച്ചു, സന്തോഷം അറിയിച്ചു, ആദ്യമായിട്ടാണ് വിളിക്കുന്നത് എന്നും 7 മിനിറ്റ് തങ്ങൾ സംസാരിച്ചുവെന്നുമൊക്കെ ഈ അഖിൽ മാരാർ പറയുന്നുണ്ട്. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ അദ്ദേഹവുമായിട്ടൊരു മാനസിക ബന്ധമുണ്ടാക്കാൻ സാധിച്ചുവെന്നും മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നുവെന്നും അതുപോലെ താൻ ദിലീപേട്ടന് വേണ്ടി സംസാരിച്ചതും എൻ്റെ ശരികളൊന്നായിരുന്നുവെന്നും അല്ലാതെ പുള്ളിയെ ആൾക്കാർ മുഴുവൻ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണോ, ഒരുപാട് നെഗറ്റീവിൽ നിൽക്കുന്ന ആളാണ് ദിലീപേട്ടൻ. പക്ഷേ അങ്ങനെ നെഗറ്റീവിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി താൻ എന്തിനു സംസാരിക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല. സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ 90% വരുന്ന പേർ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നുണ്ട്. അവിടെ ഞാൻ പോയിട്ട് പോസിറ്റീവ് പറയുന്നുവെന്നാണ് അഖിൽ പറയുന്നത്. ഞാൻ ഫസ്റ്റ് സംഖ്യയാകുന്നത് അവിടെ നിന്നാണ്. പുള്ളിയെ അനുകൂലിക്കുന്നത് പുള്ളി ജയിച്ചേക്കാം, പുള്ളിയുടെ ഉള്ളിലൊരു നന്മബോധമുണ്ടല്ലോ എന്നതൊക്കെ നമ്മുടെ ഉള്ളിലെ നീതിബോധമാണ് അതിലൂടെ തുറന്നു കാട്ടിയത് എന്നും അഖിൽ പറഞ്ഞു. ദിലീപ് എന്ന മനുഷ്യനെ കോടതി വെറുതെ വിട്ടിട്ട് അതുപോലെ നാളെ നിങ്ങൾ പറയും. ഇതിനകത്ത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളുണ്ട്. നാളെ കേൾക്കുമ്പോൾ നിങ്ങൾ പോലും ദിലീപ് ഏട്ടനോട് മാപ്പ് പറയുമെന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. അയാൾ എത്രത്തോളം ആക്രമിച്ചിട്ടുണ്ടോ അതിനൊക്കെ നിങ്ങൾ ഉള്ളിൽ നിന്ന് പരസ്യമായി മാപ്പ് പറയുന്നൊരു കാലം വരും. കാലം എങ്ങും വിട്ടുപോകാൻ പോലില്ല. സുരേഷ് ഗോപി വിഷയത്തിലടക്കം അത് പറഞ്ഞതുപോലെയാണ് സംഭവിച്ചത്. ദിലീപിൻ്റെ വിഷയത്തിലും നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നുവെന്ന് നാളെ ജനം പറയുമെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ദിലീപ് പ്രതിയാണ് എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് അഖിൽ മാരാർ മുമ്പ് പറഞ്ഞത്. പൾസർ സുനി പറയുന്നത് ആരുടെ പേരായാലും പോലീസ് അവരെ പിടിച്ച് അകത്തിടുകയാണ് ചെയ്യുകയെന്നും അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നും അഖിൽ ചോദിക്കുന്നുണ്ട്. കേസിൽ ദിലീപിനെതിരെ യാതൊരു വിധത്തിലുള്ള തെളിവുകളും കണ്ടെത്തുവാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുകൂടി അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ പലപ്പോഴും മോഹൻലാൽ പറഞ്ഞിട്ടാണ് കുറ്റം ചെയ്തതെന്ന് പൾസർ സുനി പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് അകത്തിടുവാമെന്നോ എന്നുകൂടി അഖിൽ ചോദിക്കുന്നുണ്ട്. സുനി ദിലീപിൻ്റെ പേര് പറഞ്ഞെങ്കിൽ പോലീസ് ചെയ്യേണ്ടത് ദിലീപും സുനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന തെളിവ് കണ്ടെത്തുകയല്ലേ എന്നാണ് അഖിൽ ചോദിക്കുന്നത്. മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് സുനി ദിലീപിനൊപ്പമുള്ള ഒരു ഫോട്ടോയാണ്. ഒരു സെലിബ്രിറ്റിക്കൊപ്പം ആർക്കും ഫോട്ടോ എടുക്കാമെന്നിരിക്കെ പിന്നാമ്പുറത്ത് എവിടെയോ നിൽക്കുന്ന പൾസർ സുനിയുടെ ഫോട്ടോയാണ് എപ്പോഴും പുറത്തു വന്നിട്ടുള്ളത്. അതുതന്നെ കോടതിയിൽ സമർപ്പിച്ചത് ഫോട്ടോഷോപ്പ് ആണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളടക്കമുണ്ട്. എത്ര ഫോട്ടോ വേണമെങ്കിലും സുനിക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യാം. കാരണം അയാൾ ഈ സിനിമയിൽ നിരവധി പേരുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ദിലീപ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയുമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തതാണോ, അല്ലെങ്കിൽ ദിലീപിനോടൊപ്പം നിന്നുകൊണ്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റാത്തതാണോ? ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഇതൊന്നുമല്ലാതെ ദിലീപിനെ കുടുക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് വരും കാലത്ത് കോടതി തന്നെ നൽകുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങൾ നാളെ മാപ്പ് പറയുകയായിരിക്കും ചെയ്യുക എന്നാണ് അഖിൽ മാരാർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും സത്യം പുറത്തു വരത്തെ. കോടതിയിൽ നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അഖിൽ മാരാരുടെ വാദങ്ങൾ ശരിയാണെങ്കിൽ അത് ശരിയായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.